100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡ് ഇവിടെ കാണാം. ഒരു ട്രേഡ് മാത്രമാണ് എടുത്തത്. അതിൽ ടാർഗറ്റ് അടിച്ചു 100 പോയിൻ്റാണ്. ട്രേഡ് എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ കാണാം. 12:34 എടുത്തത്. 1:22 ആയപ്പോൾ ടാർഗറ്റ് അടിച്ചു. ഞാൻ എക്സിറ്റ് അടിച്ചല്ല, ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബി ഓർഡറാണ് എടുത്തത്. അപ്പോൾ ടാർഗറ്റ് എത്തിയ സമയത്ത് ടാർഗറ്റ് ഓർഡർ എക്സിക്യൂട്ടായി, കംപ്ലീറ്റ് ആയി. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി. ഓക്കെ, അപ്പോൾ എൻട്രി ഡീറ്റെയിൽസ് നമുക്ക് ചാർട്ടിൽ പോയി നോക്കി നോക്കാം. എൻട്രി എടുത്ത ടൈം ഇതാ 12:34, എക്സിറ്റ് ആയത് 1:22. ഓക്കെ, 12:34 എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് എടുത്തത്. ഇതെവിടെ ഞാൻ മാർക്ക് ചെയ്ത ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലേ, ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്താണ് ഞാനൊരു അപ്സൈഡ് എൻട്രി നോക്കിയത്. രാവിലെ വേറെ എൻട്രീസ് ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും മാർക്കറ്റ് രാവിലെ എടുത്തിട്ടില്ല. ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ വന്ന് പിന്നെ മേലോട്ട് ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഈ ലിക്വിഡിറ്റി ഏരിയ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ SL കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാർക്ക് ചെയ്ത ഏരിയ ഇവിടെയാണ്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി വന്നപ്പോൾ 12:34 ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. അതെടുത്ത് മാർക്കറ്റ് ഒന്ന് പ്രോഫിറ്റ് കാണിച്ച് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് വന്ന് SL അടുത്ത് വരെയൊക്കെ വന്നിരുന്നു. SL ഓർഡർ ഓൾറെഡി ഇട്ട് വെച്ചിന്. ആ ഓർഡറിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു, പക്ഷേ അടിച്ചിട്ടില്ല. അടിക്കാതെ തന്നെ കയറിപ്പോയി. അവിടുന്ന് കയറിപ്പോയി 1:22 ഈ ഒരു ക്യാൻഡിലൊക്കെ ആയപ്പോഴാണ് ടാർഗറ്റ് അടിച്ചത്, 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചത്. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ വേറെ ഒരു റീസണും കൂടെ ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ SL ഉണ്ടാവുന്ന ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നതിനകത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. ഈ ആളുകളുടെയൊക്കെ SL ഇതിൻ്റെ മേലുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് അവിടെ വരെ പോയി ആ SL ഒക്കെ ടാപ്പ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നു. ഇവിടെയും മേലോട്ടേക്ക് ഒരുപാട് ആളുകൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കാം. അതേപോലെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ഫേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ മേലോട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും, ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ SL ഒക്കെ ഈ ഏരിയൻ്റെ താഴെ ഉണ്ടാവും, ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊരു നല്ല ലിക്വിഡിറ്റി ഏരിയയാണ്. ഇത് മാത്രമല്ല, ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. പക്ഷേ അവിടെ ഞാൻ താഴോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷായി ഓട്ടോമാറ്റിക് എടുത്ത് മേലോട്ട് പോകാനുള്ള നിൽപ്പിലാണല്ലോ. അതുകൊണ്ട് അപ്സൈഡ് എൻട്രി എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇനി. അതുകൊണ്ട് താഴോട്ടേക്ക് എൻട്രി നോക്കിയില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ മേലോട്ടേക്കാണ് എൻട്രി നോക്കിയത്. ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു, ഇവിടെ ടാർഗറ്റ് അടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ്. ഒറ്റ ട്രേഡ് മാത്രമേ എടുത്തു. ഇനിയിപ്പോൾ സമയം 3 മണി ആവാനായി. ഇന്ന് എൻട്രി ഒന്നും എടുക്കുന്നില്ല, ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ മുന്നേ പല വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എടുത്ത ടോട്ടൽ ട്രേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ടോട്ടൽ പ്രോഫിറ്റ് 2,454 ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ചലഞ്ച് തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാത്ത ദിവസം അടക്കം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെയിനായൊന്നും ട്രേഡ് എടുത്തിട്ടില്ല. ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ എടുക്കുള്ളൂ. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം നല്ല എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കലാണ്, എൻട്രി എടുക്കാതെ നോക്കിയിരിക്കലാണ് പതിവ്. മാർക്കറ്റിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഇത് തന്നെയാണ്. നമ്മുടെ സെറ്റപ്പ് പ്രകാരം എൻട്രി കിട്ടാതിരിക്കുന്ന ദിവസം എൻട്രി എടുക്കാതെ മാർക്കറ്റ് നോക്കിയിരിക്കുക. അതേപോലെ നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം എൻട്രി കിട്ടുന്നെന്ന് വേറൊന്നും ചിന്തിക്കാതെ കണ്ണും കൂട്ടി എൻട്രി എടുക്കുകയും ചെയ്യാം. ഈ 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി നല്ലതാണോ മോശമാണോ ഒക്കെ മനസ്സിലാവും. അത് നല്ലതാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യുക, മോശമാണെങ്കിൽ സ്ട്രാറ്റജി മാറ്റി പിടിക്കുക. അത്രേ ഉള്ളൂ സംഭവം സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.